ഹലോ നമസ്കാരം. ബാങ്കിങ്ങിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേര് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ് ഇൻ ബാങ്ക്സ് എന്നാണ്. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്കൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. എങ്ങനെയാണ് ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുക, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താ, നമുക്കൊക്കെ ഒരു പ്രാക്ടിക്കലി നോളജ് ഉള്ള ഒരു വിഷയമാണ്. ഓക്കെ, പിന്നെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. കുറഞ്ഞ ടോപ്പിക്കുകളെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോ എന്തിനാണ് നമ്മൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ ഫോർമൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കസ്റ്റമർ. ഒരു ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ഒരു ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ആണ്, ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് ആണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിലൂടെ നമ്മളും ബാങ്കും തമ്മിൽ ഉണ്ടാവുന്നത് അല്ലെ. അതുവരെ നമ്മളൊരു പുറത്തുനിന്ന് ഒരാളാണ്. അപ്പോൾ ബാങ്കിന്റെ ഒരു കസ്റ്റമർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ബാങ്കിൽ പോയിട്ട് നമ്മളൊരു അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്ത് അതിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്ത് തുടങ്ങണം അല്ലെ. അപ്പൊ ബാങ്കിനെയും നമ്മളെയും ഒരു ഒഫീഷ്യലി കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ ആണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങിയാൽ നമുക്ക് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും അല്ലെ, പണം പിൻവലിക്കാൻ പറ്റും, ലോണുകളും മറ്റ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഇതിനൊക്കെ നമുക്ക് സഹായിക്കും. അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലേ. ഇനി എന്താണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്റ്റെപ്സ്? മിക്കവാറും ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമായിരിക്കും കേട്ടോ. നല്ല ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്, നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യമായിട്ട് സെലക്ഷൻ ഓഫ് അക്കൗണ്ട് ടൈപ്പ്. പല തരത്തിലുള്ള അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ഇപ്പൊ ഏതൊക്കെ അക്കൗണ്ടുകളാണുള്ളത്? സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, NRI, നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ, അഥവാ പുറത്തുള്ള ആളുകൾ, ഇന്ത്യക്ക് പുറത്തുള്ള വിദേശത്തുള്ള ആളുകൾ ചെയ്യുന്ന അക്കൗണ്ട്. ഇതൊക്കെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതില് നമ്മുടേത് ഏതാണ്, നമ്മളെ അക്കൗണ്ട് ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം. നോർമലി നമ്മളൊക്കെ ചെയ്യുന്ന ഏതാണ്? സേവിങ്സ് അക്കൗണ്ട് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അത് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് കളക്ടിങ് ദ ആപ്ലിക്കേഷൻ ഫോം. ഇപ്പൊ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അല്ലെങ്കിൽ ബാങ്കിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ബാങ്കിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ആപ്പുകളിൽ നിന്ന് നമുക്ക് ഫോം കിട്ടും അല്ലെ, ആപ്ലിക്കേഷൻ ഫോം കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം, അത് കളക്ട് ചെയ്തിട്ട് അതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. എന്താ എല്ലാ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നോമിനിയുടെ ഡീറ്റെയിൽസ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, കാര്യങ്ങളൊക്കെ. നോമിനി, നമ്മൾ ആരാണ് നോമിനി ആയിട്ട് വെക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ വൈഫ് ആവാം, അല്ലെങ്കിൽ മദർ ആവും, ഫാദർ ആവും അല്ലെ. അങ്ങനെ നോമിനേറ്റ് വെക്കുന്നവരുടെ ഡീറ്റെയിൽസ്, പിന്നെ KYC ചെക്ക് ലിസ്റ്റ്, പിന്നെ ഡിക്ലറേഷൻ ആൻഡ് കൺസെന്റ്, ഈ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതിൽ ഫില്ല് ചെയ്യണം. അങ്ങനെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഫില്ലിംഗ് ദ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നോക്കി ഫസ്റ്റ് സ്റ്റേജ് എന്ത് ചെയ്തു, ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെന്നുള്ളത് ചൂസ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജില് അപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചു. മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഈ അപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അപ്പൊ നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഫില്ല് ചെയ്യേണ്ടത്. ഫിൽ ഡീറ്റെയിൽസ് അക്യുറേറ്റ്ലി ആസ് പെർ ഡോക്യുമെന്റ്. നമ്മുടെ ഡോക്യുമെന്റിൽ എന്താണോ അല്ലെ, അപ്പൊ നമ്മുടെ ID കാർഡിൽ, SLC ബുക്കിൽ, മറ്റു ഡോക്യുമെന്റ്സിലൊക്കെ എന്തൊക്കെയാണോ അതാണ് നമ്മൾ കൃത്യമായിട്ട് അക്കൗണ്ടിലും എഴുതേണ്ടത് അല്ലെ. ഇപ്പൊ ചില ആളുകൾ പേരൊക്കെ എഴുതുമ്പോൾ അവരുടെ പകുതി പേരൊക്കെ എഴുതാറുണ്ട്. അപ്പൊ അതാ, എന്റെ പേര് മുഹമ്മദ് നിയാഫ് സി ആണ്. ഞാൻ എവിടെ ചെയ്യുമ്പോഴും ആ ഫുൾ നെയിം തന്നെ കൊടുക്കണം. ഒരു നിയാഫ് എന്ന് കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു മുഹമ്മദ് എന്ന് കൊടുത്തിട്ട് കാര്യമില്ല, കംപ്ലീറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ ഡീറ്റെയിൽസും കൃത്യമായി വ്യക്തമായിട്ട് നമ്മൾ അതിൽ ഫില്ല് ചെയ്യണം. എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവുക? നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ജോലി, ഇൻകം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് അതിൽ ഫില്ല് ചെയ്യണം. പോരാ, പിന്നെ പാൻ നമ്പർ കൊടുക്കണം. ഇൻ കേസ് ഒരാൾക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ ഫോം 60 എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല, ഇല്ലെങ്കിൽ ഫോം 60 ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ ആധാർ നമ്പർ നിർബന്ധമായിട്ടും കൊടുക്കണം അല്ലെ. അത് ബാങ്കുകൾ എന്തായാലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നോമിനി ഡീറ്റെയിൽസ്, നമ്മൾ ആരെയാണ് നോമിനി. ഈ നോമിനി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോ നമുക്ക് എന്തെങ്കിലും പറ്റിയാല് അല്ലെ, ഇപ്പൊ നമ്മൾ മരണം മറ്റുണ്ടായാല് പിന്നെ നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആർക്കാണ് കൊടുക്കുക? നമ്മുടെ നോമിനിക്കാണ് കൊടുക്കുക. അപ്പൊ നമ്മളെ പ്രധാനപ്പെട്ട ആളുകൾ, നമ്മുടെ മദർ അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ വൈഫ്, ഹസ്ബൻഡ് തുടങ്ങിയ ആളുകളെയാണ് നമ്മൾ നോമിനി ആയിട്ട് കൊടുക്കാറുള്ളത്. അപ്പൊ ആ നോമിനിയുടെ ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കണം. അതുപോലെ ഡിക്ലറേഷൻ ആൻഡ് സിഗ്നേച്ചർ റിക്വയർഡ്. ലാസ്റ്റ്
അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ പേര് സൈൻ ചെയ്യണം, ഡിക്ലറേഷൻ എന്ന് പറയും. അതുപോലെ ഇലക്ട്രോണിക് KYC അവൈലബിൾ അല്ലെ, അപ്പൊ KYC ഡീറ്റെയിൽസും നമ്മൾ അതിൽ ആഡ് ചെയ്യണം. അതെന്താന്നുള്ളത് താഴെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ എന്തായി, നമ്മൾ അത് ബാങ്കിലേക്ക് ഏൽപ്പിക്കുക, അവരത് വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പൊ 3 സ്റ്റേജസിലൂടെയാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, സെലക്ഷൻ ഓഫ് അക്കൗണ്ട് ടൈപ്പ്, ഏത് ടൈപ്പ് അക്കൗണ്ടാ വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. രണ്ടാമത്തത് അപ്ലിക്കേഷൻ ഫോം കളക്ട് ചെയ്യുക. മൂന്നാമത്തത് ആ ഫോം ഫില്ല് ചെയ്യുക. സിമ്പിൾ അല്ലേ? നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് KYC. കുറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറെ ആളുകൾക്ക് പരിചയം ഉണ്ടാവും. എന്താണ് KYC? നോ യുവർ കസ്റ്റമർ ഫോർമാലിറ്റീസ്. RBI ഗൈഡ്ലൈൻസ് അനുസരിച്ച് നിർബന്ധമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട, അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമാണ് KYC ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസാക്ഷൻസ്, നമ്മൾ ബാങ്കുമായുള്ള ഇടപാടുകൾ ഒക്കെ കൃത്യമായിട്ട് ഫ്രോഡ് ഒന്നല്ല, കറക്റ്റ് ആണ്, സത്യമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് KYC അപ്ഡേഷൻസ് നമ്മൾ നടത്തുന്നത്. അപ്പോ KYC അപ്ഡേഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളത്? നമ്മുടെ ID പ്രൂഫായിട്ട് ആധാർ കാർഡോ പാൻ കാർഡോ പാസ്പോർട്ടോ വോട്ടർ ID യോ അല്ലെ നമ്മുടെ കംപ്ലീറ്റ് പേരും ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള എന്ത് ഡോക്യുമെന്റ്സ് നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അഡ്രസ് പ്രൂഫ്, അഡ്രസ് തെളിയിക്കുന്ന ഐഡന്റിറ്റി പ്രൂഫുകൾ, ചിലപ്പോൾ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതിലുണ്ടാവും, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല്, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ നമ്മുടെ അഡ്രസ്സ് കൃത്യമായിട്ട് പറയുന്ന ഐഡന്റിറ്റി പ്രൂഫും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ പാൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞ നേരത്തെ അല്ലെ, പാൻ കാർഡ് വേണം. അതില്ലെങ്കിൽ ഫോം 60 ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, നമ്മുടെ കൃത്യമായിട്ടുള്ള ഫോട്ടോസ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ മൈനേഴ്സ് ആണ്, മൈനേഴ്സ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവര് പാരന്റിന്റെ അല്ലെങ്കിൽ ഗാർഡിയന്റെ KYC ഡീറ്റെയിൽസും കൊടുക്കണം. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ ബാങ്കിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ KYC അപ്ഡേഷൻസ് നടത്താൻ പറ്റും അല്ലെ. അപ്പൊ അതിൽ ഒരു കസ്റ്റമറെ ഒന്നും കൂടെ ഉറപ്പുവരുത്തുന്ന, അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഒന്നും കൂടെ ആഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് KYC എന്ന് പറയുന്നത്. അതൊന്ന് ചെയ്യൽ നിർബന്ധമാണ് RBI ഗൈഡ് ലൈൻസ് അനുസരിച്ച് കേട്ടോ. ഇനി നമ്മളൊരു ലോണിന് അപേക്ഷിക്കുകയാണ്, നമ്മളെ ബാങ്കിൽ ഒരു ലോണിന് അപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത്? ഇതൊക്കെ നമുക്ക് അറിയുന്ന കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ച് പോവാ കേട്ടോ അല്ലെ. എന്തിനാ ഇങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങിക്കുന്നത്? അത് കൃത്യമായിട്ടൊരു നമ്മളെ ആ ലോൺ എടുത്ത ആള് അല്ലെ, ബോറോവർ എന്ന് പറയും നമ്മൾ, ബോറോവർ, ആ എടുത്ത ആളുടെ ക്രെഡിറ്റ് വർത്തിനെസ് അളക്കാൻ വേണ്ടിയിട്ട്. എന്താ ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്രത്തോളം ആ പണം തിരിച്ചു കൊടുക്കാൻ പറ്റും, അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ഡോക്യുമെന്റ്സ് ലോൺ ഒക്കെ എടുക്കുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആ വരുന്നത് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് അതിന് നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്ലിക്കേഷന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 10 ലക്ഷം രൂപ ലോൺ വേണം അല്ലെ, അപ്പൊ അതിനു വേണ്ടി അവരൊരു ഫോം വരും, അത് നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവുക? ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മുടെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇൻകം അല്ലെ, നമ്മൾ എത്രത്തോളം നമുക്ക് വരുമാനം ഉണ്ട് എന്നുള്ളത്. അതെന്തിനാ? എന്നാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ ഈ ചങ്ങായിക്ക് ഇത് തിരിച്ചടക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയണ്ടേ. പിന്നെ അസറ്റ്, നമ്മൾ ഏത് അസറ്റാ പണയം വെക്കുന്നത് അല്ലെ, ഇപ്പൊ നമ്മുടെ വീടിന്റെ ആധാരമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാഹനമായിരിക്കാം, അല്ലെങ്കിൽ വല്ല ഗോൾഡോ മറ്റോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ എന്ത് അസറ്റാണ് നമ്മൾ പണയം വെക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറയണം. പിന്നെ എക്സിസ്റ്റിംഗ് ലയബിലിറ്റീസ്, നിലവിൽ ആ ബാങ്കുമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ അഥവാ എന്തെങ്കിലും ഓൾറെഡി കടമോ മറ്റോ ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ്. അതുപോലെ ലോൺ എമൗണ്ട്, എത്ര എമൗണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞു 10 ലക്ഷം രൂപയാണ്, അതിന്റെ പർപ്പസ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അതിന്റെ പർപ്പസും കൂടെ അതിൽ കൊടുത്തിരിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ലോണിന് വേണ്ടിയിട്ട് ഈ ലോൺ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിയിട്ട് ഇത്രയും ഡീറ്റെയിൽസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൂട്ടത്തിൽ നമ്മൾ അതിൽ വെക്കേണ്ടത്? ലോൺ എടുക്കുമ്പോൾ കേട്ടോ, ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിലേക്ക് പോവാണ്. അപ്പൊ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഒന്ന്, ഐഡന്റിറ്റി പ്രൂഫ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന പാൻ കാർഡോ ആധാർ കാർഡോ പാസ്പോർട്ടോ വോട്ടർ ID ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയുള്ള ഏതെങ്കിലും നമ്മുടെ ഫോട്ടോയും അഡ്രസ്സും ഒക്കെ ഉള്ള, പേരൊക്കെ ഉള്ള ഒരു ID പ്രൂഫ് അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമതായിട്ടുള്ളത് അഡ്രസ് പ്രൂഫ്. നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സിലൊക്കെ അഡ്രസ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. അപ്പൊ അതിൽ വരുന്ന എന്തൊക്കെയാണ്? യൂട്ടിലിറ്റി ബില്ല്, ആധാർ, പാസ്പോർട്ട്, റെന്റൽ അഗ്രിമെന്റ് തുടങ്ങിയിട്ടുള്ള അഡ്രസ് പ്രൂഫ് നമ്മൾ അവിടെ, എല്ലാതും വേണ്ട, അതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. അഡ്രസ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. മൂന്നാമത്തത് ഇൻകം പ്രൂഫ്, നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെ, അത് ഒന്നെങ്കിൽ സാലറി സ്ലിപ്പ്, സാലറി കിട്ടുന്ന ആളുകൾ, മാസം മാസം കൃത്യമായിട്ട് സാലറി കിട്ടുന്ന ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, അതിന്റെ സ്ലിപ്പ് അവിടെ സബ്മിറ്റ് ചെയ്താൽ മതിയാകും അല്ലെ. അതുപോലെ തന്നെ ഫോം 16 അല്ലെങ്കിൽ നമ്മളെ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇൻകം ടാക്സ്
റിട്ടേൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ്, അല്ലെങ്കിൽ അതില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫോം 16 അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ അവിടെ ഇൻകം പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ, സെൽഫ് എംപ്ലോയിഡ് ആണ് എന്താ, സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളും, സാലറി അല്ല, അയാൾ സാലറി വാങ്ങണ ആളല്ല, സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അതാണ് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അദ്ദേഹം സബ്മിറ്റ് ചെയ്യേണ്ടത് ഒന്ന് ITR അല്ലെ, ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ ITRന്റെ ഫോം. അതുപോലെ ബിസിനസ് നടത്തുന്ന ആളല്ലേ, അപ്പൊ ആ ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് എന്തിനാ ഇതൊക്കെ കൊടുക്കുന്നത് അല്ലേ? ഇത് ഉണ്ടെങ്കിലേ ബാങ്കിന് മനസ്സിലാവുള്ളൂ ഇയാള് അത്യാവശ്യം ഏണിംഗ് ഉള്ള ആളാണ്, ഇയാള് ലോൺ കൊടുത്ത ഒരു കുഴപ്പമില്ല, തിരിച്ചടച്ചോളും എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതുപോലെ GST റിട്ടേൺ, ഇത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ്. GST റിട്ടേൺ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പൊ അതാണ് മൂന്നാമത്തത് ഇൻകം പ്രൂഫായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നാലാമത്തത് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് പ്രൂഫായിട്ട് ID കാർഡ്. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ID കാർഡ് സബ്മിറ്റ് ചെയ്യണം അല്ലെ. അതിന് അവിടെ എനിക്ക് കിട്ടിയുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ഇപ്പൊ ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യാണ്, ആ കോളേജിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്കുന്നുണ്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ലെറ്റർ, അതാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നതിന്റെ തെളിവ്. ഒന്നെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ID കാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ബിസിനസ് ആണെങ്കിൽ ബിസിനസിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ GST സർട്ടിഫിക്കറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് പ്രൂഫായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ദെൻ അഞ്ചാമത് ലോൺ സ്പെസിഫിക് ഡോക്യുമെന്റ്സ്, ലോണുമായി ബന്ധപ്പെട്ട ചില ഡോക്യുമെന്റ്സ്. ഹോം ലോൺ ആണെങ്കിൽ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ്. ഇപ്പൊ നമ്മൾ വീട് അല്ലെ പണം വെച്ചിട്ടാണ് അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. അതുപോലെ എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ, ഇപ്പോ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മകന് ഇപ്പോൾ ലണ്ടനിൽ പോയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമാണ്, അപ്പൊ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ലെറ്റർ, അവിടുത്തെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യണം. പിന്നെ വെഹിക്കിൾ ലോൺ ആണെങ്കിൽ, ഒരു വാഹനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുകയാണെങ്കിൽ ഡീലറുടെ ഇൻവോയ്സ് ആണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ബിസിനസ് ലോൺ ആണെങ്കിൽ ബിസിനസിന്റെ എന്ത് ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയുള്ള പ്രൊജക്ട് റിപ്പോർട്ട്, അല്ലെങ്കിൽ MSME രജിസ്റ്റർ. MSME പറഞ്ഞാല് ഈ ചെറുകിട സംരംഭങ്ങൾ ഉണ്ടല്ലോ അല്ലെ, മീഡിയം സ്മോൾ ബിസിനസ് എന്റർപ്രൈസസ് ആണ് MSME എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇത്രയും ഡോക്യുമെന്റ്സുകളാണ് ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണെന്ന് ഐഡന്റിറ്റി പ്രൂഫ്, രണ്ട് അഡ്രസ് പ്രൂഫ്, മൂന്ന് ഇൻകം പ്രൂഫ്, നാലാമത്തേത് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് പ്രൂഫ്, അഞ്ചാമത്തത് ലോൺ സ്പെസിഫിക് ഡോക്യുമെന്റ്സ്. ഓക്കെ, സിമ്പിൾ ആണ്, എന്നാൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മനസ്സിലാക്കി വെക്കണം. അടുത്തത്, എന്തിനാ അപ്പൊ നമ്മൾ ഇങ്ങനെ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് ലോണിനൊക്കെ അപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താണ് അല്ലെ? അപ്പൊ നോക്കാം, ലോണിന് വേണ്ടിയിട്ട് ഇത്രയും ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണമല്ലോ. അതിന്റെ കാരണം എന്താ? ഒന്ന്, ഫാസ്റ്റർ ലോൺ അപ്രൂവൽ, പെട്ടെന്ന് നമുക്ക് ലോൺ അപ്രൂവൽ ആയി കിട്ടാൻ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്താൽ സാധിക്കും. രണ്ടാമത്തത്, ബിൽഡ് ബോറോവർ ക്രെഡിബിലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ബോറോവർ എന്ന് പറഞ്ഞാൽ പണം കടം വാങ്ങുന്ന ആള്, അയാളുടെ ക്രെഡിബിലിറ്റിയെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. എന്താ ക്രെഡിബിലിറ്റി പറഞ്ഞാൽ? അയാൾക്ക് കറക്റ്റ് ആയിട്ട് ലോൺ തിരിച്ചടക്കാൻ പറ്റുമോ അല്ലെ? ഇപ്പൊ ഞാൻ ലോൺ എടുക്കാൻ പോകുന്നത്, ഞാൻ എന്റെ സാലറി ഡീറ്റെയിൽസും ആധാറും മറ്റൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ കമ്പനിക്ക് മനസ്സിലാവും ഇയാൾ മാസത്ര സാലറി വാങ്ങുന്ന ആളാണ്, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, അയാൾക്കത് ലോണൊക്കെ തിരിച്ചടക്കാൻ പറ്റും എന്നുള്ള ഒരു വിഷയം, ഒരു യാഥാർത്ഥ്യം ബാങ്കിന് മനസ്സിലാവും. അപ്പൊ ബോറോവർ ക്രെഡിബിലിറ്റി ഉണ്ടാകും എന്നാണ് ഈ ഡോക്യുമെന്റേഷന്റെ ഒരു മറ്റൊരു ഫീച്ചർ. അതുപോലെ റെഡ്യൂസസ് ഫ്രോഡ് റിസ്ക് അല്ലെ, ഫ്രോഡുകൾ, തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെ ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ എൻഷുർ ലീഗൽ കംപ്ലൈൻസ്, നിയമപ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ നിയമ നടപടികൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ട് വരും. പിന്നെ ഡിറ്റർമിൻ എലിജിബിലിറ്റി, ഇയാൾക്ക് ലോൺ കൊടുക്കാൻ പറ്റുമോ, അതിന് കഴിവുള്ള ആളാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ഈ ഡോക്യുമെന്റ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് ഈ പറഞ്ഞ 5ഓളം ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് നമ്മൾ തയ്യാറാക്കി, ഇനി അത് നമ്മൾ ബാങ്കിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ ആ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് KYC ഡോക്യുമെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു KYC ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്നുള്ളത് അല്ലെ, അതിന്റെ ഒക്കെ ഒരു ഫോട്ടോ കോപ്പി കൂടെ, അഥവാ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി. ഈ സെൽഫ് അറ്റസ്റ്റഡ് തന്നെ ഒന്നുമില്ല കേട്ടോ, നമ്മൾ അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ തന്നെ അതിൽ സെൽഫ് അറ്റസ്റ്റഡ് ബൈ നിങ്ങളെ പേരെഴുതി സൈൻ ചെയ്യാം. അതാണ് ഈ സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് KYC ഓൾറെഡി ചെയ്യണം, അതിന്റെ ഡോക്യുമെന്റ്സും കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അതിലൊക്കെ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ
ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം. അത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ഒറിജിനൽ കൊണ്ടുപോകണം, അതിന്റെ ഒക്കെ ഫോട്ടോ കോപ്പി വേണം. ഫോട്ടോ കോപ്പി ബാങ്കിൽ വാങ്ങി നിൽക്കുള്ളൂ, ഒറിജിനൽ നമുക്ക് തിരിച്ചു തരും, ഒരു വെരിഫിക്കേഷൻ ചെയ്തിട്ട് തിരിച്ചു തരും കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ പണിയാണ്, ആരെ പണിയാണ്? ബാങ്ക് താള പണിയാണ്. എന്ത്? വെരിഫിക്കേഷൻ ബൈ ബാങ്ക് ഓഫീഷ്യൽസ്. ഇനിയാണ് അവർ ചെയ്തത്. ഈ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അവർ വെരിഫൈ ചെയ്യും. ഓക്കെ, ഒറിജിനൽസ് വെരിഫൈഡ് വിത്ത് ഫോട്ടോ കോപ്പി. നമ്മൾ കൊടുത്ത എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും അതിന്റെ ഫോട്ടോ, ഒരു ഉദാഹരണം, ആധാറിന്റെ ഫോട്ടോ കോപ്പിയും കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒറിജിനലും കൊടുത്തിട്ടുണ്ട്. പാൻ കാർഡ് ഫോട്ടോ കോപ്പി കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒറിജിനൽ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ അവരിങ്ങനെ കറക്റ്റ് ഇല്ല എന്നുള്ളത് വെരിഫൈ ചെയ്യും. കൂട്ടത്തിൽ ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ ആസ് പെർ RBI നോംസ്. RBI നോംസ് പ്രകാരം ഇതും കൂടെ ചെയ്യണം. IPV എന്താ? ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ എന്നാ നമ്മൾ തന്നെ അവിടെ പോകണം, അല്ലെ? അപ്പൊ നമ്മൾ വെറുതെ ഫോട്ടോ കൊടുത്തയച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഫിസിക്കലി അവിടെ പോകണം. അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഇയാളെ തന്നെ എന്നുള്ളത് ഉറപ്പ് വരും. അപ്പോൾ അതും കൂടെ കൂട്ടത്തിൽ ചെയ്യും എന്നർത്ഥം. അതുപോലെ തന്നെ പാൻ വെരിഫൈഡ് ത്രൂ ഇൻകം ടാക്സ് ഡാറ്റാബേസ്. ഇപ്പൊ പാൻ കാർഡ് നമ്പർ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ കറക്റ്റ് അല്ല എന്നുള്ളത് ഇൻകം ടാക്സ് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ ചെക്ക് ചെയ്യും. അതുപോലെ ആധാർ വെരിഫൈഡ് ബൈ UIDAI, അല്ലെ? അപ്പോൾ ആധാർ കൃത്യമല്ലേ എന്നുള്ളത് കറക്റ്റ് ചെയ്യും. എങ്ങനെയാ നമുക്കറിയാലോ, ആധാറിലേക്ക് ഒരു ആധാറുമായി കണക്ട് ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP ഒക്കെ വരും, അല്ലെ? അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് അതൊക്കെ വെരിഫിക്കേഷൻ നടത്തും. അങ്ങനെ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമായിട്ട് അവർ വെരിഫൈ ചെയ്താൽ അവർ എന്ത് ചെയ്യും? അക്കൗണ്ട് അപ്രൂവ്ഡ്, അല്ലെ? നമ്മുടെ അക്കൗണ്ട് ഓക്കെ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ID ജനറേറ്റ് ചെയ്ത് തരും. ID എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ അവർ ജനറേറ്റ് ചെയ്ത് തരും. അങ്ങനെ നമ്മളൊരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി കേട്ടോ. ഇനിയോ തുടങ്ങി കഴിഞ്ഞാൽ അവരൊരു വെൽക്കം കിറ്റ് തരും, അല്ലെ? നമുക്ക് ചുമ്മാ കൈവിഷയം അവിടെ നിന്ന് പോരണ്ട. നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു വെൽക്കം കിറ്റ് തരും. അക്കൗണ്ട് ആക്ടിവേഷൻ ആൻഡ് വെൽക്കം കിറ്റ്. എന്താ വെൽക്കം കിറ്റിൽ ഉണ്ടാവുക? അക്കൗണ്ട് നമ്പർ, അതുപോലെ കസ്റ്റമർ ID കൃത്യമായിട്ട് അതിൽ സ്പെസിഫൈ ചെയ്യും. വെൽക്കം കിറ്റിൽ ചെക്ക് ബുക്ക് ഉണ്ടാവും, പാസ്ബുക്ക് ഉണ്ടാവും, അല്ലെ? ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാവും, ഡെബിറ്റ് കാർഡ് ഉണ്ടാവും, നമ്മൾ ATM കാർഡ് അതിലുണ്ടാവും, അല്ലെ? ചില ബാങ്കിലൊക്കെ ഈ ചെക്ക് ബുക്കും അതുപോലെ ഈ ഡെബിറ്റ് കാർഡൊക്കെ നമ്മൾ പോസ്റ്റലായിട്ട് വരാറാണ് കേട്ടോ. ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് കിട്ടൂല, പോസ്റ്റലായിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാറുള്ളത്. അത് ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് തന്നെ നമുക്ക് അതൊക്കെ ഒന്നിച്ച് നൽകുകയും ചെയ്യും. അതുപോലെ ഇന്റർനെറ്റ് ബാങ്കിങ് ക്രെഡൻഷ്യൽസ് പ്രൊവൈഡ്. അപ്പോൾ ഇന്റർനെറ്റ് ബാങ്കിങ് എങ്ങനെ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ്, അല്ലെ? അപ്പോൾ ഓരോ ബാങ്കുകൾക്ക് ഓരോ ആപ്പുകളുണ്ട്. ഇപ്പോൾ SBI യോൻ ആപ്പ് പോലെ അങ്ങനെ ഓരോ ആപ്പുകളുണ്ട്. അപ്പൊ അതൊക്കെ അവർ തന്നെ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതൊക്കെയാണ് അടുത്ത അക്കൗണ്ട് ആക്ടിവേഷനുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത്. ഇനി അടുത്തത് ഡെബിറ്റ് കാർഡും സ്മാർട്ട് കാർഡും. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് സ്പീഡ് പറയാം കേട്ടോ. എന്താ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാല്? നമുക്കറിയാലോ, നിങ്ങളുടെ ഡയറക്റ്റ്ലി ടു ബാങ്ക് അക്കൗണ്ടുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന കാർഡിനെയാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയാ, അല്ലെ? നമ്മൾ സാധാരണ ATM കാർഡ് അങ്ങനെ ഓർത്താൽ മതി. യൂസർ ഫോർ ഇതിൽ നിനക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ATM വിഡ്രോവൽസ്, പണം പിൻവലിക്കാന്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, പണം, അല്ലെ, ഇൻവെസ്റ്റ് ചെയ്യാൻ, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഇപ്പൊ വിഡ്രോവൽ മാത്രമല്ല, ATM കാർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പോസ്റ്റ് പേയ്മെന്റ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സെയിൽസ് എന്നാണ്. അഥവാ നമ്മളിങ്ങനെ ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ എണ്ണ അടിച്ചാൽ നമ്മൾ കാർഡ് കൊടുക്കും, അല്ലെ? അപ്പൊ അവരിങ്ങനെ ഒരു മെഷീനേറ്റ് വരൂലേ, ആ മെഷീന്റെ പേരാണ് പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അഥവാ നമ്മളെ കാർഡ് കൊടുത്താൽ അത് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ATM വിഡ്രോവല്, ATM ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ പോസ്റ്റ് പേയ്മെന്റിനൊക്കെ നമ്മൾ ATM അഥവാ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗിന് നമ്മൾ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇമ്മീഡിയറ്റ് ഡിഡക്ഷൻ ഫ്രം അക്കൗണ്ട്. അതിന്റെ പ്രത്യേകതയാണ്, അല്ലെ? ഏത് സ്പോട്ടിലാണ് നമ്മൾ കൊടുത്തത് ആ സമയത്ത് തന്നെ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും, അല്ലെ? അപ്പൊ നമ്മളൊരു ഷോപ്പിങ്ങിന് കയറി ഒരു 1000 രൂപ ബില്ലായി, നമ്മൾ കാർഡ് കൊടുത്തു, അവർ സ്വൈപ്പ് ചെയ്തിട്ട് ആ പിൻകോഡ് അടിച്ചു കൊടുക്കുന്നതോടുകൂടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാകും. അതാണ് ഇമ്മീഡിയറ്റ് ഡിഡക്ഷൻ ഫ്രം അക്കൗണ്ട്. പിന്നെ പിൻ എനാബിൾഡ് ഫോർ സെക്യൂരിറ്റി, അല്ലെ? എല്ലാ ATM കാർഡും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കൃത്യമായിട്ടുള്ള പിൻകോഡ് ഉണ്ടാവും, അല്ലെ? ഒരാളെ കയ്യിൽ അത് കളഞ്ഞു കിട്ടിയെന്ന് വിചാരിച്ചാൽ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പിൻകോഡും കൂടെ ട്രാക്ക് ചെയ്താലേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പിൻകോഡ് അതിന്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ്. നമുക്ക് ഒരു ദിവസം ഇത്ര എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കണം. നമ്മളെ ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷനും ഏതിന്റെ പ്രത്യേകതയാണ്? നമ്മളിപ്പോ പഠിക്കുന്ന ഡെബിറ്റ് കാർഡിന്റെ പ്രത്യേകതയാണ് കേട്ടോ. അപ്പൊ എത്ര ട്രാൻസാക്ഷൻസ് ഒന്നും പറ്റൂല, അതിനൊരു ലിമിറ്റ് ഉണ്ട്.
ഇനി അടുത്ത സ്മാർട്ട് കാർഡ്. ഈ ഡെബിറ്റ് കാർഡ് പോലെ തന്നെയാണ് സ്മാർട്ട് കാർഡ്. ഇന്ന് സത്യത്തിലേ ബാങ്കുകളൊന്നും ഡെബിറ്റ് കാർഡ് കൊടുക്കുന്നില്ല, പകരം സ്മാർട്ട് കാർഡാണ് കൊടുക്കുന്നത് കേട്ടോ. എന്ത് ഈ സ്മാർട്ട് കാർഡ് പറഞ്ഞാൽ എംബഡ് മൈക്രോ പ്രോസസ്സസ് ചിപ്പ്. ഇതാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒരു ചിപ്പ് എന്തെങ്കിലും നമ്മുടെ ATM കാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ നിങ്ങൾ ATM കാർഡ് ഒന്ന് എടുത്ത് നോക്കിയാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. അതിലൊരു ചിപ്പിൽ ഒരു ഗോൾഡൻ കളറുള്ള അല്ലെ, നമ്മുടെ സിം കിട്ടുന്ന പോലെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ചിപ്പ് അതിലുണ്ട്. അങ്ങനെ ചിപ്പുള്ള കാർഡിനെയാണ് സ്മാർട്ട് കാർഡ് നിർമ്മിക്കുക. ഇതെന്തിനാ അങ്ങനെ ഈ ഒരു രൂപത്തിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്? ഹയർ സെക്യൂരിറ്റി ദാൻ മാഗ്നറ്റിക് സ്ട്രിപ്പ് കാർഡ്. നമ്മൾ പണ്ടത്തെ കാർഡിനൊന്നും ഈ ചിപ്പ് ഉണ്ടായിരുന്നില്ല, അതിനേക്കാൾ ഒന്നും കൂടെ സെക്യൂർഡ് ആണ് ഇപ്പോഴത്തെ സ്മാർട്ട് കാർഡുകൾ. ഓക്കെ, ദെൻ അടുത്തത് ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഓൺബോർഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓൺലൈൻ ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും? ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകത നോ ബ്രാഞ്ച് വിസിറ്റ് റിക്വയർഡ്. നമ്മളൊരു ബ്രാഞ്ചിൽ ബാങ്കിൽ പോയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ സെക്യൂർ ആണ്, പേപ്പർലെസ് പ്രോസസ് ആണ്. അഥവാ പേപ്പർ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല, ഒക്കെ ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആധാർ നമ്പറും അതുപോലെ തന്നെ പാൻ നമ്പറൊക്കെ അടിച്ചു കൊടുക്കണം. അങ്ങനെ OTP വെരിഫിക്കേഷൻ വരും. നമ്മൾ ആധാറുമായിട്ട് കണക്ട് ചെയ്ത ഫോൺ നമ്പറിലേക്ക് വെരിഫിക്കേഷൻ വരും. അത് ആ OTP അടിച്ചു കൊടുത്താൽ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ അവിടെ നമ്മൾ അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ KYC വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 to 48 hours അഥവാ ഒരു 1 to 2 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യും. ഇതാണ് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങേണ്ട കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.